നമ്മുടെ കർത്താവ് തന്റെ രക്തം ചിന്തലിലൂടെ എല്ലാ സ്വർഗീയ നൽവരങ്ങളാലും നമ്മളെ സമ്പന്നരായി. തിരുരക്തത്തിലൂടെ അനന്തമായ കൃപകൾ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു. തന്റെ രക്തത്തിലൂടെ നിത്യമായ പുതിയ ഉടമ്പടി കർത്താവ് സ്ഥാപിക്കും. നമ്മൾ പുതിയ ഉടമ്പടിയുടെ ജനമാണ്. ഈ പുതിയ ഉടമ്പടി പ്രകാരം എല്ലാ സ്വർഗീയമായ നൽവരങ്ങളാലും നമ്മൾ അനുഗ്രഹീതരാണെന്ന് പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്തുമാത്രം അനുഗ്രഹങ്ങളും കൃപകളുമാണ് തന്റെ രക്തം ചിന്തലിലൂടെ ഈശോ നമുക്ക് പ്രദാനം ചെയ്യും. എബ്രായ പുസ്തകം 13-ാം അധ്യായം 20-21 വചനങ്ങൾ ഈ സത്യമാണ് ഉറപ്പിക്കുന്നത്. നിത്യമായ ഉടമ്പടി രക്തത്താൽ എല്ലാ നന്മകളാലും ദൈവം നിങ്ങളെ ധന്യരാക്കട്ടെ. സകല സ്വർഗീയ നന്മകളാൽ എല്ലാ അനുഗ്രഹങ്ങളാലും നിങ്ങൾ സമ്പന്നരാകട്ടെ, നിങ്ങൾ ധന്യരാകട്ടെ. ഏതുവഴി? നിത്യമായ ഉടമ്പടിയുടെ രക്തം. ആ രക്തം ഏതാ? യേശുവിന്റെ രക്തമാണ്. അത് കർത്താവിന്റെ പരിശുദ്ധ രക്തമാണ്, തിരുചോരയാണ്. ആ രക്തത്തിലൂടെയാണ് എല്ലാ നന്മകളും നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുന്നത്.